പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. കേരളത്തിൽ പുതുതായി വന്ന ഭരണക്കാരെ അനുസരണയോടെ നിർത്തണം. യാതൊരു കാരണവശാലും പുതിയ ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പിലെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരും അവരുടെ താൽപ്പര്യങ്ങൾക്കെതിരെ ഒരു കാര്യവും ചെയ്യരുത് എന്ന് മാത്രമല്ല, അവർ കൊട്ടുന്ന താളത്തിന് തുള്ളുന്നവർ തന്നെയാവണം, അവരെ തുള്ളിപ്പിക്കും. അതിനുള്ള നടപടികളൊക്കെയാണ് നമ്മൾ അധികാരമേറ്റ് ഒരു മാസത്തിനുള്ളിൽ കണ്ടുവന്നത്. ഇലക്ഷൻ്റെ സമയത്ത് ഒരണുവും ഇന്ത്യയിൽ ഒരിടത്തും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തില്ല, അണുക്കൾക്കറിയാം. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. കൊറോണയുടെ സമയത്തും അവരടങ്ങി ഒതുങ്ങി. കാരണം കുറേ നുണ അരങ്ങ് തകർക്കുമ്പോൾ അവർ കൂടെ കയറി കളിക്കേണ്ട കാര്യമില്ല. അവർ ഗാലറിയിലിരുന്ന് കളി കണ്ടു. ആ നാളുകളിലും പകർച്ചവ്യാധികൾ കേരളത്തിലുണ്ടായില്ല. ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ മന്ത്രിമാരൊക്കെ വന്നു. അവരൊന്ന് ഇരുന്നപ്പോൾ തന്നെ പകർച്ചവ്യാധിയുമായിട്ടെത്തി. അതുകൊണ്ട് ആരോഗ്യമന്ത്രി ശ്രദ്ധിക്കേണ്ട നാലാമത്തെ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ വരുന്നത്. പകർച്ചവ്യാധിയായി നിപ്പയെ അവർ മാർക്കറ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും ക്ലച്ച് പിടിച്ചില്ല. കാരണം ആരോഗ്യമന്ത്രിയിൽ നിന്ന് അനുകൂലമായ ഒരു പ്രതികരണമല്ല ഉണ്ടായത്. ആരോഗ്യവകുപ്പിൽ ആരോഗ്യമന്ത്രി ഇപ്പോഴെടുത്തു വച്ചിട്ടുള്ള വളരെ സത്യസന്ധരായ ഡോക്ടർമാർ, അലോപ്പതി ഡോക്ടർമാർ തന്നെ, അവർ അങ്ങനെ അങ്ങ് ഒരലോപ്പതി ഡോക്ടർ നിപ്പ എന്ന് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് ചെണ്ട കൊട്ടാൻ, ഉത്സവം നടത്താൻ പങ്കുചേരുന്നവരായിരുന്നില്ല. മരുന്ന് കമ്പനികളുടെ കള്ളക്കളികളൊക്കെ അറിയാവുന്നവരും അതിനെ സംശയത്തോടെ തന്നെ വീക്ഷിച്ചവരുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഡോക്ടർമാരെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങളെ കാണുന്ന കുറച്ചു പേർ ആരോഗ്യവകുപ്പിൻ്റെ തലപ്പത്തേക്ക് വന്നപ്പോൾ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകാൻ തുടങ്ങുന്നു. അപ്പോഴും ഷിഗല്ലയുടെ വ്യാപനം, ഷിഗല്ലോസിസ്, അത് 248 പേർക്കാണ് കേരളത്തിലുണ്ടായത്. പ്രത്യേകിച്ച് വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ. പേരിന് തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലമൊക്കെ ഷിഗല്ല ഒന്ന് സന്ദർശിക്കാൻ നോക്കിയെങ്കിലും അത് വേണ്ട എന്ന് വെച്ച മട്ടാണ് കണ്ടിട്ട്. പകർച്ചവ്യാധികൾക്കെതിരെ ആരോഗ്യമന്ത്രി വേണ്ട രീതിയിൽ വാളെടുത്ത് യുദ്ധം നടത്തിയില്ല എന്നൊക്കെ അസംബ്ലിയിൽ കിടന്ന് പ്രതിപക്ഷം വീറോടെ കാറുന്നത് കേട്ടു. അപ്പോൾ നമ്മുടെ ഈ ആരോഗ്യമന്ത്രി ദിവസേന ഒരു പത്രസമ്മേളനം നടത്തുകയും കുറേ റീൽസ് എടുത്തിട്ട് വീണമീട്ടി ആളുകളെ മുഴുവൻ, ജനങ്ങളെ മുഴുവൻ പരിഭ്രാന്തിയിലാക്കുകയാണെങ്കിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം 100ൽ 100 വിജയിക്കുമായിരുന്നു. ഇത് ആരോഗ്യമന്ത്രി അങ്ങനെയൊന്നും ചെയ്തില്ല. ജനങ്ങളെ മുഴുവൻ തടവുകാരാക്കി ഒരു പ്രദേശമൊട്ടാകെ. അതിലൊരാൾക്ക്, അവിടെ ഒരാൾക്ക് പകർച്ചവ്യാധിയാണ് എന്ന് സംശയിക്കുമ്പോൾ ആ പ്രദേശത്തെ മൊത്തം ആളുകളെയും അടച്ചുപൂട്ടി, കണ്ടെയ്ൻമെൻറ്റ് സോണാക്കിയില്ല. ഒന്നാലോചിച്ച് നോക്ക്. നാളെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരാളെ ഇങ്ങോട്ട് അടുക്കണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ആട്ടി അകറ്റണം. കാരണം മറ്റന്നാൾ അയാൾക്ക് ഒരു പനിയാണ്, ആ പനി ഡോങ്കിയാണ്, ഡെങ്കിയാണ്, ഷിഗല്ലയാണ് എന്നെങ്ങാനും ഇവരുടെ ലാബിൽ നിന്ന് ഒരു ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് വന്നാൽ അയാൾ കണ്ടതിൻ്റെ പേരിൽ, അയാൾ വന്നതിൻ്റെ പേരിൽ, അയാളെ കേട്ടതിൻ്റെ പേരിൽ, അയാളെ തൊട്ടതിൻ്റെ പേരിൽ നാം ഒക്കെ 2 ആഴ്ച വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ എല്ലാ ജീവിത പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചിരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് എന്തൊരു വലിയ ദുരന്തമാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആർക്കാണത് സാധിക്കുക? അതുകൊണ്ട് ഓരോ മനുഷ്യരും മറ്റൊരു മനുഷ്യനെ ഭയത്തോടെ നോക്കുന്ന ഒരു രോഗിയെ ക്രിമിനൽ കുറ്റവാളിയെപ്പോലെ, പണ്ടത്തെ കുഷ്ഠരോഗിയെപ്പോലെ
ആട്ടിയകറ്റുന്ന ഒരന്തരീക്ഷം ഉണ്ടാക്കാൻ നോക്കുന്നതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളുണ്ട്. ഓരോ പ്രദേശത്തിൻ്റെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക ഭദ്രത തകർക്കുക, പ്രത്യേകിച്ചിപ്പോൾ ടൂറിസമൊക്കെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമായി കൊണ്ടിരിക്കുന്ന ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് ഷിഗല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബുക്കിങ്ങുകളെല്ലാം ക്യാൻസലാക്കപ്പെടുകയാണ്, തുരുതുരാ ക്യാൻസലാക്കപ്പെടുകയാണ്. അതോടെ അവിടെയുള്ള ഹൗസ് ബോട്ടുകാർ, ഹോട്ടലുകാർ, മറ്റ് കച്ചവടക്കാർ, ഇതുമായി ബന്ധപ്പെടുത്തി ജീവിതമാർഗം കണ്ടെത്തിയ നിരവധി ആളുകൾ പട്ടിണിയിലാവുന്നു. കരിക്ക് വിൽക്കുന്നവർ പോലും പട്ടിണിയിലാകുന്നു. കാരണം വലിയ വലിയ ഹോട്ടലുകളൊക്കെ 10-100 കരിക്ക് വീതം ഒന്നിച്ചെടുക്കുന്ന സ്ഥാപനങ്ങൾ എനിക്കറിയാം. ഗസ്റ്റ് വരുന്നില്ലെങ്കിൽ പിന്നെ അവരെങ്ങനെയാണ് ഈ കരിക്കെടുക്കുക? അങ്ങനെ നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തെ ആകമാനം തകിടം മറിക്കുന്ന പല കാര്യങ്ങൾക്കും വേണ്ടി ഈ പകർച്ചവ്യാധി ഭീഷണികളെ അവരിങ്ങനെ കത്തിച്ചുവിടും. അതേപോലെ സർക്കാരിൻ്റെ കയ്യിലുള്ളത് ഓട്ട ഖജനാവാണ്. ചോർത്താവുന്നത് മുഴുവൻ ചോർത്തി, ദൂർത്തടിക്കാവുന്നത് മുഴുവൻ ദൂർത്തടിച്ച് തീർത്ത് വറ്റിച്ചു വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഈ ഓട്ടക്കലത്തിൽ ബാക്കി എന്തെങ്കിലും ഒന്ന് വീണാൽ തന്നെ അതാദ്യം വാരിയെടുക്കാനായിട്ടുള്ള മരുന്ന് ലോബിയുടെ ഒരു ശ്രമം കൂടെ ഈ പ്രയാസങ്ങളുടെ പ്രശ്നത്തിൻ്റെ പുതിയ പകർച്ചവ്യാധി ഭീഷണിയുടെ പിന്നിൽ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ശക്തമായ സംശയിക്കാൻ കാരണമായ തെളിവുകളും എൻ്റെ ഭാഗത്തുണ്ട്. ഒന്ന്, ഈ ഷിഗല്ല ഭീഷണി പ്രകൃതി രീതികൾ അല്പമെങ്കിലും ചെയ്യുന്ന ആർക്കും ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. ആയുർവേദ വിധിപ്രകാരം ജീവിക്കുന്നവരുണ്ട്, ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, അവർക്കുണ്ടായിട്ടില്ല. ബാക്ടീരിയകൾ പ്രൈമറി കോസ് അല്ല രോഗത്തിൻ്റെ, സെക്കൻഡറി കോസ് ആണ്. അതേക്കുറിച്ച് ഞാൻ വരാം. പാലക്കാട്ടെയും വയനാട്ടിലെയും യഥാർത്ഥ ആദിവാസികൾക്കും ആദിവാസി സംസ്കാരത്തിൽ ജീവിക്കുന്നവർക്കും ഇത്തരം രോഗങ്ങളൊന്നും പിടിക്കാറില്ല. കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ എത്രയോ യാചകരുണ്ട്, അവർക്ക് പിടിക്കാറില്ല. കേരളത്തിൽ വന്ന് താമസിക്കുന്ന അയൽ സംസ്ഥാന അതിഥി തൊഴിലാളികളുണ്ട്. ഈ പകർച്ചവ്യാധി ഷിഗല്ല അവർക്കും പിടിച്ചിട്ടില്ല. ഈ ഷിഗല്ലക്കാരിൽ ചിട്ടപ്രകാരം ജീവിക്കുന്നവരുണ്ടാവില്ല, ചിട്ടപ്രകാരം ആഹാരപാനീയങ്ങൾ കഴിക്കുന്നവർ ഉണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പാണ്. അതേപോലെ ഇവരെല്ലാവരും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നവരായിരിക്കും. അസുഖത്തിന് ചിട്ടപ്രകാരമുള്ള ഭക്ഷണം കഴിക്കുകയും എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ പ്രകൃതി രീതികൾ ചെയ്യുകയോ ആയുർവേദം ചെയ്യുകയോ ഹോമിയോ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരാൾ പോലും ഇങ്ങനെയുള്ള പകർച്ചവ്യാധികളിൽ പെട്ടുപോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതേപോലെ തികഞ്ഞ സസ്യാഹാരികളും ഈ കെണിയിൽ പകർച്ചവ്യാധികളിൽ പെട്ട് ഗതികേട് അനുഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. സസ്യാഹാരിയാണ് എന്ന് പറഞ്ഞ് വറുത്തതും പൊരിച്ചതും പഞ്ചസാരയും ഐസ്ക്രീമും ഈ ജങ്ക് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചാൽ കാര്യം വേറെയാണ്. ശരിയായ സസ്യാഹാരികൾ, ശരീരത്തിന് ചേരുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്ന ഒരാളും ഷിഗല്ലയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിനെക്കുറിച്ച് ഞാനീ പറയുന്ന കാര്യങ്ങൾ 100% ശാസ്ത്രീയമായി മെത്തഡോളജി അനുസരിച്ച് പഠിച്ചിട്ടുള്ളതല്ല എന്നുള്ളത് കൊണ്ട് ആരോഗ്യവകുപ്പ് ഒരു ഉന്നതാധികാര സമിതിയെ, നിഷ്പക്ഷരായ സത്യസന്ധരായ ഡോക്ടർമാരെ വെച്ച് ഒരു പഠനത്തിന് തയ്യാറാവണം. അതിൽ ഡോക്ടർമാരെക്കാൾ കൂടുതൽ സ്വതന്ത്ര സാമൂഹ്യ പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും, കഴിയുമെങ്കിൽ എന്നെപ്പോലെ ഇപ്പോൾ സാമുവൽ ജോർജ് ഉണ്ട് ആലപ്പുഴയിൽ, അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള വിമർശന ബുദ്ധിയോടെ ഇതിനെ കാണുന്നവരെയും കൂടെ ചേർത്തുകൊണ്ടൊരു കമ്മിറ്റി ഉണ്ടാക്കണം. കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. 2026 ജൂൺ മാസത്തിലാണ് ബഹുമാനപ്പെട്ട ഷിഗല്ല കേരളത്തിലൊരു സന്ദർശനത്തിനിറങ്ങുന്നത്. ഇലക്ഷനൊക്കെ കഴിഞ്ഞു, പുതിയ മന്ത്രിസഭയൊക്കെ വന്നതല്ലേ, എല്ലാവരും ഒന്ന് സന്ദർശിച്ചേക്കാം, ആരോഗ്യ നയത്തിൽ വല്ല വ്യത്യാസമുണ്ടോ എന്ന് നോക്കാം, ആശുപത്രികളിൽ വല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കാമെന്നൊക്കെ ആയിരിക്കണം ശ്രീമാൻ ഷിഗല്ല ബാക്ടീരിയയുടെ സന്ദർശന ഉദ്ദേശമെന്ന് ഞാൻ കരുതുകയാണ്. എന്താണ്
ഇവരീ പറയുന്ന ഷിഗല്ലോസിസിൻ്റെ ലക്ഷണങ്ങൾ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, ഞാൻ അത് ചുരുക്കി പറയാം. ഒന്ന്, കടുത്ത വയറുവേദന, വയറ് കൊളുത്തിപ്പിടുത്തവും വയറുവേദനയും, അത് സഹിക്കാൻ പ്രയാസമുള്ളതായിരിക്കും. പിന്നെ വയറിളക്കം, വയറിളകി ചോര പോകുക, കഫം പോകുക, ചലം പോകുക. വയറിൽ വലതുഭാഗത്ത് കരളിൻ്റെ സമീപത്തായിട്ടായിരിക്കും കൂടുതൽ വേദന. വലിയ ക്ഷീണം, തളർച്ച, വയറ്റിൽ നിന്ന് പോകണമെന്ന് തോന്നും, പക്ഷെ പോകാനൊന്നും ഉണ്ടാകുകയില്ല. അങ്ങനെ ആകെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരവസ്ഥയാണ് ഇവരീ പറയുന്ന ഷിഗല്ലോസിസിനുള്ളത്. സാധാരണ രീതിയിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ ഒരാഴ്ച കൊണ്ട് മാറിക്കിട്ടേണ്ടതാണ്. പക്ഷേ വയറിളകുന്നതനുസരിച്ച് വെള്ളം കുടിക്കുന്നില്ല എങ്കിൽ മരണം വരെ സംഭവിക്കാം. ഇതിൻ്റെ പേരിൽ കഴിക്കുന്ന മരുന്നുകളും മരണമുണ്ടാക്കാം. ഇതിനൊരു മരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് കാര്യം. പിന്നെ നമ്മുടെ നാട്ടിലെ ആശുപത്രികളിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കും. അത് വളരെ തെറ്റായ നടപടിയാണ്. ഒന്നാമത്തെ മൂക്കോസ് ലെയറെല്ലാം, കുടലിൻ്റെ ആവരണപാളികൾ, ആമാശയത്തിൻ്റെ ആവരണപാളികൾ എല്ലാം വയറിളകിപ്പോയി വെള്ളം ആവശ്യത്തിന് മതിയാകാത്തൊരവസ്ഥയിലൊക്കെ ഇരിക്കുന്ന ഒരു ദഹനേന്ദ്രിയത്തിലേക്ക് ആൻറ്റിബയോട്ടിക് ഇട്ട് അവശേഷിക്കുന്ന ദഹന ബാക്ടീരിയയെ കൂടെ കൊല്ലുന്ന വിഷസാന്നിധ്യം ഉണ്ടാക്കുന്നത് തൽക്കാലത്തേക്ക് പോലും ഒരാശ്വാസം രോഗിക്ക് കൊടുക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് ഒരു നിവൃത്തിയില്ല ഒഴിവാക്കാനെങ്കിൽ മാത്രം കർശനമായ വൈദ്യ നിരീക്ഷണത്തിൽ മൈൽഡായ തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ബ്രിട്ടനിൽ കൊടുക്കത്തില്ല. ഓസ്ട്രേലിയയിലും സ്വീഡനിലും കാനഡയിലും കൊടുക്കത്തില്ല. കാരണം ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യുന്ന സൂപ്പർ ബഗ്ഗുകൾ ഉണ്ടാകുന്നത് കൊണ്ട് പരമാവധി ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് അവിടുത്തെ രീതി. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങനെയല്ല. പൂർണ്ണ വിശ്രമമെടുത്ത് നന്നായി വെള്ളം കുടിച്ച് അത് തനിയെ മാറേണ്ട ഒരവസ്ഥയാണ് ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി തരുന്ന നിർദ്ദേശങ്ങളുണ്ട്. എനിക്ക് ആ നിർദ്ദേശങ്ങൾ ഒരു പ്രകൃതി ചികിത്സകൻ എന്ന നിലയ്ക്ക് എനിക്ക് ആ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായ യോജിപ്പില്ല. പക്ഷേ അത് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ തീരുമാനമാണ്. അത് അത്ര അപകടമുള്ള കാര്യവുമല്ല. ഒന്ന്, സുരക്ഷിതമായ വെള്ളം കുടിക്കണം, തിളപ്പിച്ച് കുടിക്കണം, അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്ത് കുടിക്കണം. തിളപ്പിക്കാൻ പറയുന്നത് വെള്ളത്തിലൂടെ അണുക്കൾ കയറണ്ടെന്ന് എഴുതിയിട്ടാണ്. പക്ഷെ ഞാൻ പറയുക വായയിൽ നിർത്തി ഉമിനീര് ചേർത്ത് ശരീരത്തിൻ്റെ ഊഷ്മാവ് ചേർത്ത് വെള്ളം കുടിക്കാനാണ് ഞാൻ പറയുക. തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതിനെ ഞാൻ പിന്തുണയ്ക്കുന്നില്ല. പക്ഷേ വെള്ളം മോശമാണെങ്കിൽ, ക്ലോറിൻ ഉണ്ടെങ്കിൽ, ഹെവി മിനറൽസ് ഉണ്ടെങ്കിൽ ആ വെള്ളം തിളപ്പിക്കാതെ കുടിക്കുന്നതാണ് തിളപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അപകടം. അതുകൊണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ അങ്ങനെ ചെയ്യുന്നത് അത് നിങ്ങൾ തീരുമാനിക്കുക. ഏതായാലും വെള്ളം നന്നായി കുടിക്കണം. അതുപോലെ കൈ സോപ്പിട്ട് കഴുകണം, ഹാൻഡ് ഹൈജീൻ. നമ്മുടെ നാട്ടിലെ നായ, പശു, കോഴി, ആട്, ഈ ജീവികളൊക്കെ വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും കൈ സോപ്പിട്ട് കഴുകിയിട്ടോ, വായ, മുഖം സോപ്പിട്ട് കഴുകിയിട്ടോ, പല്ല് തേച്ചിട്ടോ ഒന്നുമല്ല. അതുകൊണ്ട് രോഗം കാരണങ്ങളൊക്കെ വേറെയാണ്. അതുകൊണ്ട് ഈ സോപ്പിട്ട് കഴുകുക എന്നതിനെ ഞാൻ ഒട്ടും അനുകൂലിക്കുന്നില്ല. ഭക്ഷണം പഴങ്ങളും പച്ചക്കറികളും പ്രധാനമാക്കണമെന്ന് ആരോഗ്യവകുപ്പ് പറയാൻ തുടങ്ങിയിരിക്കുന്നു. വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ അത് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുക്കണം, ഫ്രഷ് ആയിരിക്കണം. അതേപോലെ ഫ്രഷ്ലി കുക്ക്ഡ് ഹോട്ട് മീൽസ് കഴിക്കണം. ആരോഗ്യവകുപ്പിൽ നമ്മുടെ എല്ലാം ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങൾ കടന്നു ചെല്ലുന്നു എന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണിത്. ഫ്രഷ്ലി കുക്ക്ഡ് ആയിരിക്കണം, ഹോട്ട് മീൽസ് ആയിരിക്കണം. ചൂടായ ഭക്ഷണം കഴിക്കണമെന്നൊരു വിചാരം പലരുടെയും തലയിലുണ്ട്. പക്ഷേ അത്
2 ദിവസം കഴിഞ്ഞതും 3 ദിവസം കഴിഞ്ഞതും ചൂടാക്കി കഴിക്കാമെന്നാണ് ആളുടെ തലയിലിരിക്കുന്നത്. അത് ഗുരുതരമായ തെറ്റാണ്. പാചകം ചെയ്തൊരാഹാരം 2 മണിക്കൂർ വരെ നിങ്ങൾക്ക് കഴിക്കാം. 2 മണിക്കൂർ കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിക്കരുത്. വീണ്ടും ഒരിക്കലും ചൂടാക്കി കഴിക്കരുത്. കാരണം നാം ഒരാഹാരം പാചകം ചെയ്ത് ഇറക്കി വെച്ചാൽ അത് ചൂട് മാറുന്നതോടെ ബാക്ടീരിയകളുടെ പ്രവർത്തനം വളരെ കൂടുതലായി അത് നടക്കും. എന്ന് പറഞ്ഞാൽ അത് ജീർണിക്കാൻ തുടങ്ങണം. അതിനെ ജീർണിപ്പിച്ച് ആഹരിച്ച് തിന്നു തീർത്ത് രൂപം മാറ്റി അത് ഈ പ്രകൃതിയിലെ ഏതാനും ജീവജാലങ്ങളുടെ ചുമതലയാണ്, കടമയാണ്, ഉത്തരവാദിത്തമാണ്. എങ്കിൽ മാത്രമേ പ്രകൃതിക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. പ്രകൃതിയുടെ തോട്ടിപ്പണിക്കാരാണ് അണുക്കൾ. അവ അതിനെ വിഘടിപ്പിക്കാൻ തുടങ്ങും. അതിനുള്ളിലിരുന്ന് ഓരോ 20 മിനിറ്റിലും ബാക്ടീരിയകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ, പെരുകാൻ തുടങ്ങും. ആ ബാക്ടീരിയകളുടെ വസ്തുക്കളെല്ലാം, വിസർജ്യങ്ങളെല്ലാം അതിലുണ്ടാകും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ബാക്ടീരിയൽ ലോഡ് കൂടുന്ന ഒരു ഭക്ഷണ സാധനത്തിൽ അതിൻ്റെ ടോക്സിൻ, വിഷങ്ങൾ അതിലുണ്ടാകും. നിങ്ങൾ ആ ബാക്ടീരിയയെ കൊല്ലാൻ വെള്ളം തിളപ്പിക്കുകയോ ആഹാരം വീണ്ടും ചൂടാക്കുകയോ ചെയ്യുമ്പോൾ ബാക്ടീരിയകൾ ചത്തുപോകാം. പക്ഷെ ആ ബാക്ടീരിയകൾ ഉണ്ടാക്കിയിട്ടുള്ള വിഷാംശങ്ങൾ ഭക്ഷണ സാധനത്തിൽ നിന്ന് പോകുന്നില്ല. ചത്ത ബാക്ടീരിയകളുടെ ശവശരീരങ്ങളും അവിടെ കൂടുതൽ വിഷവൽക്കരണം ഉണ്ടാക്കുകയാണ്, അപകടമുണ്ടാക്കുകയാണ്. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഫ്രഷ്ലി കുക്ക്ഡ് ഹോട്ട് മീൽസ് എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ പ്രകൃതി ചികിത്സകർ പറഞ്ഞുകൊണ്ടേയിരുന്ന കാര്യം അവരംഗീകരിച്ചു. ഇത്രയും നാളും ഇങ്ങനെയൊന്നും പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. വളരെ നല്ല കാര്യമാണ്. പിന്നെ പച്ചയായ പച്ചക്കറികൾ അങ്ങനെയൊന്നും കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ യാതൊരു യോജിപ്പുമില്ല. സാലാഡുകൾ കഴിക്കരുത്. അത് ഫ്രഷായിരിക്കണം, ഉണ്ടാക്കിയ ഉടനെ കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് നിങ്ങളുടെ തീരുമാനത്തിന് വിടുകയാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളൊന്ന് വേവിച്ച് തന്നെ കഴിച്ചു, ആരോഗ്യവകുപ്പ് പറഞ്ഞ പോലെ ചെയ്തു എന്ന് കരുതി അപകടമൊന്നും വരാൻ പോകുന്നില്ല. അതുപോലെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കരുത്. വഴിവക്കിലുണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത്. വഴിവക്കിലല്ല, എവിടെയായിരുന്നാലും നിങ്ങൾ ശുദ്ധമായ സാഹചര്യങ്ങളിൽ, ശുദ്ധമായ മനസ്സിൽ, ശുദ്ധമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളെ കഴിക്കാവൂ. അതെവിടെ നിന്നും കഴിക്കാം. പല ഹോട്ടലുകളിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ നല്ല ഭക്ഷണമാണ് പലപ്പോഴും നമ്മുടെ വഴിയരികളിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ അലൂമിനിയ പാത്രത്തിൽ തന്നെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത്? അലൂമിനിയത്തിൽ പാചകം ചെയ്ത ഭക്ഷണ സാധനങ്ങളെയും വിഷമായി തന്നെ കരുതണം. അലൂമിനിയ പാത്രത്തിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അലൂമിനിയത്തിൻ്റെ സൂക്ഷ്മാംശങ്ങൾ ഈ ഭക്ഷണ സാധനങ്ങളിലേക്ക് കടക്കുകയും നിങ്ങൾക്ക് പലതരത്തിലുള്ള ദഹനപ്രയാസങ്ങൾ തുടങ്ങി മാനസിക പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ക്യാൻസറിനുള്ള സാധ്യതയുണ്ട്. ഹിൻഡാലിയൻ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒഴിവാക്കണം. സ്റ്റീലിൽ കറികൾ പാചകം ചെയ്യാൻ പാടില്ല. നിക്കൽ പോയിസൺ, ബ്രോമിയം പോയിസൺ ഇളകും. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കുകയും, പിന്നെ രോഗിയെ ഒറ്റപ്പെടുത്തണം, ഐസൊലേറ്റ് ചെയ്യണം. രോഗം ഏകാന്ത കഠിന തടവ് ആവശ്യപ്പെടുന്ന ഒരു അപകടമൊന്നുമല്ല, ക്രിമിനൽ കുറ്റവുമല്ല. അതുകൊണ്ട് രോഗിയെ ഒറ്റപ്പെടുത്തണമോ എന്നുള്ളൊരു കാര്യം, പക്ഷേ രോഗസാഹചര്യത്തിൽ നിൽക്കുന്ന, രോഗകാരണങ്ങളിൽ പെട്ടുകിടക്കുന്ന ഏത് ശരീരത്തിനും ഒറ്റപ്പെടുത്തിയാലും ഇല്ലെങ്കിലും, ഈ ഒരു അസുഖം ആദ്യം വന്നാളെ കണ്ടാലും ഇല്ലെങ്കിലും അത് കിട്ടേണ്ട സമയത്ത് കിട്ടും. പിന്നെ ഇയാളുടെ ബാക്ടീരിയ എങ്ങോട്ട് കയറി ഈ രോഗം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞാൽ ആരോഗ്യമുള്ള ആളുകളുടെ ഉള്ളിലേക്ക് കയറി ഈ ഒരു അണുവിന് ഇത്തരത്തിലുള്ള അവസ്ഥയിൽ തൻ്റെ ശരീരത്തെ ദുഷിപ്പിക്കാത്ത ഒരാളുടെ ഉള്ളിലേക്ക് കയറി ഈ അണുവിന് രോഗമുണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കോവിഡിൻ്റെ കാലത്തായാലും മറ്റു പകർച്ചവ്യാധികളുടെ കാലത്തായാലും ഇത്തരത്തിലുള്ള രോഗികളെ തൊട്ട് തന്നെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നിങ്ങളുടെ ശരീരം ശുദ്ധമാണോ, അതോ എറണാകുളം ചന്തത്തോടിനെ പോലെ അഴുക്ക് കെട്ടിക്കിടന്ന് ചീഞ്ഞ് ദുർഗന്ധം വമിപ്പിക്കുന്ന രീതിയിലാണോ? നിങ്ങളുടെ രക്തമജ്ജ മാംസാദികൾ ശുദ്ധമായ ഭക്ഷണപാനീയങ്ങളിൽ നിർമ്മിതമാണെങ്കിൽ, നിങ്ങളുടെ മനസ്സാരോഗ്യകരമാണെങ്കിൽ നിങ്ങൾക്ക്
രോഗങ്ങൾ വരാൻ എവിടെയാണ് സാധ്യതയുള്ളത്? അല്ല എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ആരോഗ്യവകുപ്പ് തരുന്ന നിർദ്ദേശങ്ങൾ. എനിക്ക് തരാനുള്ള നിർദ്ദേശങ്ങൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ കടുത്തതാണ് എന്ന് നിങ്ങൾക്കറിയാം. ഏതായാലും ഈ മഴക്കാലത്തുണ്ടാകുന്നതാണ് ഈ രോഗം എന്ന് പറയുമ്പോൾ, മഴക്കാലത്ത് ഈ അണുക്കളൊക്കെ ഇങ്ങനെ ഓടി പെരുകി വരികയാണോ? കഠിനമായ ചൂടുള്ള സമയത്തല്ലേ ഇത് കുറയേണ്ടത്? ചൂടിൽ വെന്തു പോവില്ലേ? നമ്മുടെ നാട്ടിലെ 35-40 ഡിഗ്രി ചൂടിൽ അതിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. തണുപ്പ് വരുമ്പോൾ, മഴ വരുമ്പോൾ ചാടിത്തുള്ളി വരികയാണ് എന്ന് പറയുന്നതിന് വേണമെങ്കിൽ നമുക്കൊരു ന്യായീകരണം കാണാം. മഴക്കാലത്ത് അത് കൂടാം. മഴക്കാലത്ത് സത്യത്തിൽ സംഭവിക്കുന്നത്, നാം ലക്കും ലഗാനുമില്ലാതെ വലിച്ചെറിയുന്ന ബാറ്ററികൾ, ബസ്സിൻ്റെ, ലോറിയുടെ, ടോർച്ചിൻ്റെ, റേഡിയോയുടെ, മൊബൈലിൻ്റെ ബാറ്ററികൾ, നമുക്കത് പറമ്പിലേക്ക് വലിച്ചെറിയാം. എത്ര വലിയ വിഷമാണ് അതിനുള്ളിലുള്ള നിക്കലെന്നും ലെഡെന്നും മറ്റു തരത്തിലുള്ള സാമഗ്രികൾ, കെമിക്കലുകൾ എന്നുള്ളത് നമ്മൾ ഓർക്കാറില്ല. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ആയാലും നമുക്ക് വേണ്ടാത്തത് എന്തായാലും, ഈവൻ ഗാഡ്ജറ്റ്സുകളായാൽ കമ്പ്യൂട്ടറുകൾ തുടങ്ങിയുള്ള സാധനങ്ങളും ഒഴിഞ്ഞ പറമ്പിലേക്ക് വലിച്ചെറിയാൻ നമുക്ക് മടിയൊന്നുമില്ല. ഒരു മഴ പെയ്യുന്നതോടെ ഈ കെമിക്കലുകളെല്ലാം കൂടെ മഴവെള്ളത്തിൽ ഒഴുകി കുളങ്ങളിലും തടാകങ്ങളിലും തോടുകളിലും അരുവികളിലും ജലാശയങ്ങളിൽ മൊത്തം വന്ന് നിറയും. അതിൽ നിന്ന് ഊറി കിണറുകളിൽ വരെ വരും. അപ്പോൾ വെള്ളം വാസ്തവത്തിൽ അണുകേറിയിട്ട് മോശമാക്കുന്നോ, കെമിക്കൽ കയറി മാലിന്യങ്ങൾ കയറി മോശമാക്കുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. അപ്പോൾ മഴക്കാലത്ത് മലിനീകരണം കൂടാനുള്ളൊരു സാധ്യത ഇങ്ങനെ വരുന്നുണ്ട്. ഫാക്ടറികളിൽ നിന്നുള്ള വിഷം ഒഴുക്കുന്നതുണ്ട്, പുകയായിട്ട് വിടുന്നതുണ്ട്. ഇതെല്ലാം തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ തരും. ആകാശത്തു നിന്നുള്ളതെല്ലാം മഴ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് തരും. കടലിലേക്ക് എറിഞ്ഞിട്ടത് മത്സ്യങ്ങളുടെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വരും. മൃഗങ്ങളുടെ ഉള്ളിൽ കയറിയിട്ട് തിരിച്ചു വരും. മനുഷ്യന് തന്നെ കിട്ടും. പിന്നെ വീടുകളിലെ ഭക്ഷണക്രമം, നല്ലൊരു ശതമാനം വീടുകളിലും ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. പകരം ഹോട്ടലുകളിലേക്ക് പോവുക, അതിനും മടി പിടിച്ച് വീടുകളിലേക്ക് വരുത്തുക എന്നുള്ളതാണ്. ഈ വരുത്തുന്ന ഭക്ഷണം എത്ര മണിക്ക് പാക്ക് ചെയ്തു എന്നതിൻ്റെ പുറത്ത് സ്റ്റിക്കർ ഒട്ടിക്കണമെന്ന് നിയമമുണ്ട്. പക്ഷെ എപ്പോഴുണ്ടാക്കിയതാണ് എന്ന് സ്റ്റിക്കർ ഒട്ടിക്കണമെന്നുണ്ടോ? ഈ ഭക്ഷണത്തിനാവശ്യമായ തേങ്ങ ചിരവിയത് എത്ര മണിക്കാണ്, പൊടി കുഴച്ച് വെച്ചത് എത്ര മണിക്കാണ്, എങ്ങനെയാണ് വെച്ചത്, ഇതൊന്നും നമ്മൾ നോക്കാറില്ല. പലപ്പോഴും വീടുകളിൽ ഒരു ദിവസം ഉണ്ടാക്കി വയ്ക്കുന്ന ഭക്ഷണം 2-3 ദിവസമൊക്കെ ആ വീട്ടിലിങ്ങനെ തുടരും. അത് വീണ്ടും വീണ്ടും ചൂടാക്കി, നമ്മുടെ നല്ലൊരു ശതമാനം വീടുകളും അടുക്കളയിൽ നിന്നാണ് രോഗം പാചകം ചെയ്ത് നമുക്ക് തരുന്നത്. ആ ഒരു രീതിയിലായിട്ടുണ്ട്. ആ ഒരു സാഹചര്യം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കൂൾ കുട്ടികളെല്ലാം ഐസിട്ട വെള്ളം, ഐസിട്ട ജ്യൂസ്, സിപ്പപ്പ് എന്ന് പറഞ്ഞ പാഷാണം പ്ലാസ്റ്റിക് സഹിതം വായിലിട്ടിങ്ങനെ ചപ്പി വലിച്ചു കുടിക്കുന്ന ദയനീയമായ കാഴ്ച. നിങ്ങളൊക്കെ പഠിക്കുന്ന എന്ത് വിദ്യാഭ്യാസമാണ്? എന്ത് തലയ്ക്കല്പം വിവരമുണ്ടെങ്കിൽ ഏതെങ്കിലും പഠിക്കുന്നൊരു കുട്ടി ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിലുള്ള പാഷാണം, അതും കെമിക്കൽ കളറുകൾ ചേർത്ത പാഷാണം ഇങ്ങനെ ചപ്പി വലിച്ചുകൊണ്ട് നടക്കുമോ? അത് കണ്ടിട്ടും കാണാത്ത വട്ടി നടക്കുന്ന അധ്യാപകരും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചൊക്കെ എന്താ പറയുക? ഇവിടെ വിദ്യ കൊണ്ടുള്ളൊരു അഭ്യാസം, അതെന്തു തരം അഭ്യാസമാണ് എന്ന് സംശയം തോന്നുന്ന നിരവധി കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്കൂളുകളും കോളേജുകളും മയക്കുമരുന്നിൻ്റെ കേന്ദ്രങ്ങളായി. അത് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടാണ്. 10 കൊല്ലം വെച്ചിരുന്ന മയക്കുമരുന്നുകൾ ഒറ്റ ദിവസം കൊണ്ട് പുതുതായി വന്ന പോലീസ് മന്ത്രി, ആഭ്യന്തരമന്ത്രി 1 മാസത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകൾ പിടിച്ചു. 2000-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ ഇതാര് പ്രോത്സാഹിപ്പിച്ച്, ആര് നടത്തിച്ചു കൊണ്ടുവരുന്നതാണ് എന്ന് കഴിഞ്ഞ മുഖ്യമന്ത്രിയും കഴിഞ്ഞ ഭരണക്കാരും
നമുക്ക് ഉത്തരം തരേണ്ട, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഈ മയക്കുമരുന്ന് കഴിക്കാനിടയാക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത്തരമൊരു വിദ്യാഭ്യാസമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ ഐസ്, നല്ലൊരു ശതമാനവും ഐസ് അമോണിയ ഇട്ട് ഉണ്ടാക്കുന്നതാണ്. നേരെ അങ്ങ് പൊട്ടിച്ച് മത്സ്യത്തിനിട്ടാൽ അമോണിയ വേറെ ചേർക്കണ്ട. മത്സ്യത്തിനെല്ലാം ഇടുന്ന ഐസ് അമോണിയ ചേർത്തതാണ്. അതുപോലെയുള്ള കെമിക്കലുകൾ ചേർത്താണ് പലപ്പോഴും പലയിടത്തുനിന്നും ഐസ് വരുന്നത്. ഈ കുട്ടികൾക്ക് കിട്ടുന്ന ഐസ് അവർക്ക് നാരങ്ങ വെള്ളത്തിലും ജ്യൂസിലും മിൽക്ക് ഷെയ്ക്കിലുമൊക്കെ ഇട്ട് കൊടുക്കുന്ന ഐസ് എങ്ങനെ ഉണ്ടാക്കിയതാണ് ആർക്കും അറിയില്ല. ഇതെല്ലാം തന്നെ കടുത്ത വയറുവേദന ഉണ്ടാക്കാൻ, ഈ ഷിഗല്ലയ്ക്ക് പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളതാണ്.